റംസാൻ നിലാവൊത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ, റംസാൻ നിലാവൊത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ, തങ്കക്കിനാവിൻ്റെ കസവല്ലേ, കല്യാണ പെണ്ണല്ലേ, ഏഴാം കടലിൻ്റെ അക്കരെ നിന്ന് വന്നേ പെണ്ണേ പൂമാരൻ, റംസാൻ നിലാവൊത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ. खुशियाँ मनाई डोले बजाते हो बाजे मोरे सैया हो കണ്ടിട്ടും കണ്ടിട്ടും ഒളിച്ചൊന്നു കാണാൻ കൊതിക്കണ കടക്കണ്ണ്, പെണ്ണിൻ മയ്യിട്ട കള്ളക്കണ്ണ്, മാനസമൈനയ മനസ്സിൽ നിനച്ച് മയങ്ങണ മണവാളൻ, പുഞ്ചിരി നിറയെ പൂവമ്പ് നിൻ കൽവിൽ നിറയെ കുളിരമ്പ്, അടക്കം പറയണ പൂങ്കാറ്റിൽ നല്ല തറുമണക്കണ കല്യാണം, ഇന്നാണല്ലോ കല്യാണം, റംസാൻ നിലാവൊത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ, കിങ്ങിണി തുമ്പിയെ പിടിക്കണ പ്രായം കഴിഞ്ഞടി കുട്ടിക്കുരുവി, പ്രായം കഴിഞ്ഞടി ചിട്ടിക്കുരുവി, പൊട്ടാസ് പൊട്ടിച്ച് നടന്നൊരു കാലം കഴിഞ്ഞടി മോഹബത്തിൻ കണ്ണേ, ഇന്നിനി രാവിൻ മണിയറയിൽ അമ്പിളി മാമൻ വരുമല്ലോ, അറബിക്കഥയുടെ മഞ്ചലിലേറി രാജകുമാരൻ വരുമല്ലോ, ഇന്നാണല്ലോ കല്യാണോ, നിലാവൊത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ, കിനാവിൻ്റെ കസവല്ലേ, കല്യാണ പെണ്ണല്ലേ, ഏഴാം കടലിൻ്റെ അക്കരെ നിന്ന് വന്നേ പെണ്ണേ പൂമാരൻ, റംസാൻ നിലാവൊത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ. കാർത്തിക്, പൂമാരൻ വീണോ? പൂമാരൻ ചതിച്ചു. പൂമാരൻ നല്ലായിരുന്നു, കല്യാണമാണ് ചതിച്ചു. കല്യാണം അപ്പൊ നമുക്ക് പേര് മാറ്റാം, കല്യാണം എന്നാക്കാം. അല്ല, ദാസേട്ടൻ പാടിയ സംഗതികളെക്കാളും കൂടുതൽ സംഗതികൾ അവസാനത്തെ. എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീനി സർ, കാർത്തിക്കിന് മാത്രമേ പറ്റുള്ളൂ കാർത്തിക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അതും പറ്റില്ല എന്ന് തോന്നുന്നു. നോബഡി ക്യാൻ കൺട്രോൾ യു. ഞങ്ങൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതായത് ചില സാധനങ്ങൾ നന്നായിരിക്കും, ചില സാധനങ്ങൾ ഇഷ്ടത്തിന് പാടും, ചിലത് വരും, ചിലത് വരില്ല. അങ്ങനെയാണ്. ദാറ്റ് ഈസ് അതാണ് രീതി കാർത്തിക്കിൻ്റെ. ബട്ട് ഒരു സ്റ്റൈലുണ്ട് കാർത്തിക്. വാട്ട് എവർ ഇറ്റ് ഇസ്, യു ഹാവ് എ യുണീക്ക് സ്റ്റൈൽ. അത് എനിക്ക് വലിയ ഇഷ്ടമായി. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഒരുപാട് ആ ഒറിജിനൽ സോങ് എന്ന് വേറെ ഒരു സോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് എനിക്ക് ഇഷ്ടമാവും. എസ്പെഷ്യലി അവരുടെ കോൺട്രിബ്യൂഷൻ ഒരുപാടുണ്ടായിരുന്നു. തെറ്റുകളുണ്ടായിരുന്നു, ശ്രുതി സംഗതി എല്ലാം ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു. ബട്ട് സർട്ടൺ പ്ലേസസ് ദ മാജിക്കൽ. അത്രേ പറയാനുള്ളൂ.
സുജാ ചേച്ചി. കാർത്തിക് ഒരു യൂഷ്വൽ ക്യാരക്ടർ അല്ല. അത് നമുക്ക് സെലക്ഷൻ എടുത്തപ്പോഴേ മനസ്സിലായി. എങ്ങനെയാണ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ അതോ ഉണ്ടല്ലേ? ഓ, ഫുൾ ടൈം പ്രാക്ടീസ് ആണ്. ഓഹോ, അങ്ങനെയാണ് പൂമാരൻ എന്നുള്ള പേര് വീണത്. മനസ്സിലാക്കിയല്ല ഇയാള് പാടുന്നത്. എന്തോ ഇങ്ങനെ വീഴാണ് തൊണ്ടയിലത്. അതാ സംഗതി എന്താന്ന് മനസ്സിലാക്കണം ആദ്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സിക്യൂട്ട് അത് പിന്നെ എങ്ങനെയാന്നുള്ളത് നമ്മൾ അറിഞ്ഞു തുടങ്ങും. അപ്പൊ അത് മോൻ അത് പഠിക്കണം. ഇത് ആദ്യത്തെ സ്റ്റേജ് അല്ലേ, അതുകൊണ്ട് ഇതൊക്കെ വിട്ട് കളയാം പൂമാരനെ. നമുക്ക് പൂമാരെന്ന് വേണ്ട പേര്, നമുക്ക് നോക്കാം അടുത്തത്. ഓക്കെ, താങ്ക് യു ചേച്ചി. ശരത് സർ, ശബ്ദാടപ്പുണ്ടോ കാർത്തികിന്? അല്ല എപ്പോഴും ഇങ്ങനെയാണോ? അല്ല, ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ. അതെന്താ അങ്ങനെ? എന്താണെന്നറിയില്ല. കൂടുതൽ പാടുന്നതുകൊണ്ടാണ്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ കൂടുതൽ പാടുന്നതുകൊണ്ടാണ്. പൂമാരനെന്നും പറഞ്ഞുകൊണ്ട് 2000 വട്ടം പാടിക്കൊണ്ടിരുന്ന ആരുടെ വേണമെങ്കിലും ശബ്ദം അടയ്ക്കും. ഇവിടെ നമ്മൾ ഗ്രേറ്റ് എന്ന് പറയുന്ന ദാസേട്ടനോ, അദ്ദേഹം കഷ്ടപ്പെട്ട് പച്ചവെള്ളം പൈപ്പിൽ നിന്ന് പച്ചവെള്ളം കുടിച്ച് പോയി സൈക്കിൾ ചോട്ടിപ്പോയി പാടി കഷ്ടപ്പെട്ട് പാടിയ പാട്ടുകളാണ് നമ്മൾ ഇന്നും കേൾക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. ഇതുവരെ എഴുതി 2500 കീർത്തനങ്ങൾ ദാസേട്ടൻ അറിയാവുന്ന മുഴുവൻ എഴുതി വേറെ കളറിൽ സ്വരപ്പെടുത്തി അത് ഓരോ സ്റ്റേജുകളിൽ പാടിയ കീർത്തനങ്ങൾ നോട്ട് ചെയ്ത് ആ സ്റ്റേജിൽ അടുത്ത വർഷം പാടുമ്പോൾ വേറെ പാടണം എന്നുള്ളതുകൊണ്ട് അത്ര വേറെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നവരാണ് ഞാൻ കണ്ടിട്ടില്ല. അതാണ് ദാസേട്ടൻ. ഇപ്പോഴും ദാസേട്ടൻ. ഞാൻ എപ്പോഴും അതേ പറഞ്ഞു, നിങ്ങളൊക്കെ ചെറുപ്പമാണ്, സന്തോഷമായിട്ടിരിക്കുക. പക്ഷെ സംഗീതം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. നമ്മൾ അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോക്ക് കാണിക്കാൻ പറ്റത്തില്ല. സംഗീതത്തിൽ എനിക്ക് പറ്റത്തതേ ഇല്ല. വേറെ എന്ത് വേണേൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. പക്ഷെ എനിക്ക് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ കൊണ്ട് അറിയാവുന്നത് ഞാൻ പറയും, അത് സത്യമാണ്. കൂടെ കിടന്ന് പാടേണ്ട ആവശ്യമില്ല. ദാസൻ്റെ കൂടെ കിടന്ന് ഇതിനെ നിലവിളിക്കുന്നത്. ദാസൻ അവിടെ ഇരിക്കട്ടെ, മോൻ സ്വന്തമായിട്ട് അത് പഠിച്ചിട്ട് പാടുക. അതാണോ നമ്മൾ പാടുന്നത് റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുക. അപ്പോൾ സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്യാൻ മോനെ കേട്ടോ. എല്ലാ ഭാവങ്ങളും നേരുകയാണ്. ബികോം ഒക്കെ നന്നായിട്ട് പഠിക്കുക. അതൊക്കെ പാട്ട് ഷുവറായിട്ട് പഠിക്കും. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. ശ്രീനി സർ. Okay, I liked it. 27 on 30. സുജാ ചേച്ചി. ഞാൻ കുറച്ച് കുറവാ തരുന്നത്, സോറി. 23 on 30. Okay. Thank you ചേച്ചി. ശരത് സർ. Again 23 on 30. 73 on 90 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓവറോൾ പെർഫോമൻസിനും 10 എത്ര മാർക്കാണെന്ന് നമുക്ക് ചോദിക്കാം ജഡ്ജസിനോട്. അബണ്ടൻസ് ഉണ്ട് ഇയാൾക്ക്, അവർ എക്സ് ഫാക്ടർ. 8 on 10. അപ്പോ യുവർ സ്കോർ ഇസ് 81. 81 മാർക്സ് ആണ് 100ൽ ലഭിച്ചിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. ജോസ്കോ ഇന്ത്യൻ വോയിസ് സീസൺ 2ന്റെ ആദ്യത്തെ